ഹായ്, എൻ്റെ പേര് ജംഷിദ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഏതൊരു വ്യക്തിയും പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? മനസ്സിൻ്റെ ശക്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിൻ്റെ വിശ്വാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിന് ഒരു വിശ്വാസമുണ്ട്, എനിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട രണ്ട് ചെറിയ സ്റ്റോറികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് 1954 ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മൈൽ ദൂരം ഓടണമെങ്കിൽ ഏതാണ്ട് 4 മിനിറ്റ് വേണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ വിശ്വാസത്തെ എല്ലാം കടപുഴക്കി എറിഞ്ഞുകൊണ്ട് 1954 മെയ് 6 റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി, അഥവാ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിസിഷ്യൻ ആയിരുന്നു. ഇദ്ദേഹം ഓക്സ്ഫോർഡിൽ വെച്ച് 3 മിനിറ്റ് 59.4 കൊണ്ട് 1 മൈൽ ഓടിയെത്തി. അങ്ങനെ ഈ വിശ്വാസത്തെ എന്ത് ചെയ്തു? ഇദ്ദേഹം കടപുഴക്കി എറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നീട് 46 ദിവസങ്ങൾക്ക് ശേഷം ജോൺ ലാൻസി എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ അത്ലറ്റ് 3 മിനിറ്റ് 58 കൊണ്ട് 1 മൈൽ ഓടിയെത്തി. പിന്നീട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 1954 ശേഷമുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല, ആയിരക്കണക്കിന് ആളുകളാണ് 1 മൈൽ ദൂരം വെറും 4 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് സംഭവിച്ചു? മനുഷ്യ മനസ്സിന്റെ വിശ്വാസം എന്ന് തന്നെ പറയാം. ഒരാൾക്ക് സാധ്യമായപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെ വളർത്താൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിന്റെ വിശ്വാസം ഉറപ്പിച്ചു എന്ന് പറയാം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്ന മറ്റൊരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽമ റഡോൾഫ് എന്ന് പറയുന്ന ഒരു വനിതയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1960 3 സ്വർണ്ണ മെഡൽ നേടിയ ഏക വനിതയാണ് വിൽമ റഡോൾഫ്. വിൽമ റഡോൾഫിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4ാമത്തെ വയസ്സിൽ വിൽമ റഡോൾഫിന്റെ കാലിന് പോളിയോ ബാധിച്ചു. ഡോക്ടറെ സമീപിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാലിന് ചെറുതായിട്ടൊരു വളവുണ്ടായിരുന്നു, ആ വളവ് ഇനി ഒരിക്കലും നിവരില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ അമ്മ ഈ വിൽമ റഡോൾഫിനോട് ഒരു കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞെന്നാൽ, മോള് വലുതാകുന്ന സമയത്ത് നീ വലിയൊരു അത്ലറ്റ് ആവുമെന്നുള്ള ഒരു നുണ പറഞ്ഞു ഈ വിൽമ റഡോൾഫിന്റെ അമ്മ. പക്ഷെ ആ കുഞ്ഞു മനസ്സത് വിശ്വസിച്ചു. അമ്മയല്ലേ പറയുന്നത്. ബോധതലം കൂടുതലായിട്ടൊന്നും പ്രവർത്തനം ആരംഭിക്കാത്ത ഒരു സമയമാണ് 4ാമത്തെ വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഉപബോധതലത്തിലേക്ക് പെട്ടെന്ന് തന്നെ അതൊരു വിശ്വാസമായി മാറുകയും പിന്നീട് 1955 ആയപ്പോഴേക്കും ഈ കാലിന്റെ പ്രശ്നമൊക്കെ മാറി, കാലൊക്കെ നിവർന്നു. പിന്നീട് 5 വർഷത്തെ കഠിനമായ പരിശ്രമത്തിലൂടെ 1960 ആയപ്പോഴേക്കും ഒളിമ്പിക്സിൽ മത്സരിക്കുകയും 3 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാനും ആർക്ക് കഴിഞ്ഞു? വിൽമ റഡോൾഫിന് കഴിഞ്ഞു. 100 മീറ്ററിൽ, 200 മീറ്ററിൽ, 400 മീറ്ററിൽ. എന്തുകൊണ്ട്? മനുഷ്യ മനസ്സിന് സാധ്യമാണ് എന്നുള്ള ഒരു വിശ്വാസം, ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക? ഇതിന് ഒരുപാട് മെത്തേഡ്സ് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്പയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ നിരന്തരമായിട്ട് കാണുക, ഇൻസ്പയർ ചെയ്യുന്ന മെസ്സേജുകൾ നിരന്തരമായിട്ട് വായിക്കുക, ഇൻസ്പയർ ചെയ്യുന്ന ബുക്കുകൾ ഉണ്ടെങ്കിൽ, പുസ്തകങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? വായിക്കുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു പുസ്തകം, ഇൻസ്പയർ ചെയ്യുന്ന ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കി ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. നമ്മുടെ ബോധതലത്തിൽ ചിലപ്പോൾ വലിയ ഇൻസ്പിറേഷനൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ ഉപബോധതലം അതെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഉപബോധതലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ കുറേ ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറീസ് ഇങ്ങനെ കിട്ടുന്നു, കുറേ ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകൾ ഇങ്ങനെ ചെവിയിലൂടെ അങ്ങനെ കേൾക്കുന്നു.
കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉപബോധ മനസ്സിൽ ഈ ഒരു വിശ്വാസം ഇങ്ങനെ കൂടി വരും. അങ്ങനെ നമ്മുടെ മനസ്സിന് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.